എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കാർ ഫോർ സെയിൽ സിമുലേറ്റർ വീഡിയോയ്ക്ക് ശേഷം നമ്മളിടുന്ന വീഡിയോ ആണ്. കാർ ഫോർ സെയിൽ സിമുലേറ്ററിൻ്റെ വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി ഇനി വരുന്നതായിരിക്കില്ല. കാരണം അതിൻ്റെ ഗെയിമിന് എന്തോ എററൊക്കെ പറ്റി. അതിപ്പോൾ വലിയൊരു കാര്യമാണ്. ബട്ട് നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റപ്പ് സാധനമാണ്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ GTA 5 വീഡിയോസ് ആയിരിക്കും ഇടാൻ പോകുന്നത്. യെസ്. അപ്പോൾ നമ്മുടെ മുമ്പത്തെ ഡിവൈസ്, അതായത് ഞാൻ ഗെയിം കളിക്കുന്ന ലാപ്ടോപ്പ് ഏതാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചത്. വിക്ടസ്. ഇതിപ്പോഴും വർക്കാവും. എൻ്റെ ചേട്ടൻ്റെയാണ്. ഞാൻ ഇതിലായിരുന്നു മുമ്പ് ഗെയിം കളിക്കാറുള്ളത്. എൻ്റെ ചേട്ടൻ്റെ ലാപ്ടോപ്പാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സ്റ്റാർട്ടെങ്കിലും ചെയ്തേ. ഇതിനെ ഞാൻ എന്തായാലും മറക്കത്തില്ല. ഇതെൻ്റെ ചേട്ടൻ്റെയാണ്, മറക്കാനും പറ്റത്തില്ല. എന്നും ഇവിടെ ഉള്ളതാണ്. ഞാൻ ഒന്നും കൂടെ ബ്രൈറ്റ് ആയിട്ടൊന്ന് ഞാൻ ഒന്നും കൂടെ അതേ കാണിച്ചു തരാം. വിക്ടസ് ഇപ്പം അത് ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവൻ ജോലിക്ക് പോയിക്കാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അവിടെ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് അവിടെ എത്തി. അതായത് ഹാളിലാണ് ഇപ്പോൾ ഇത്. അയ്യോ ലൈറ്റ് അടിക്കുന്നു. ഇത് ഹാളിലാണ് ഇപ്പോൾ വെച്ചിക്കണേ. നമ്മളിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുക. ആ ലൈറ്റ് അടിക്കുന്നു. ഈ ലൈറ്റ് ഇടാം. ഓക്കെ, ഇത് കൊള്ളാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ചായ കുടിക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ വെറുതെ വ്ളോഗ് എടുക്കുകയെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ പുതിയ കമ്പ്യൂട്ടർ വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി എഡിറ്റിങ്ങും ഗെയിമുകളും ഒക്കെ ഇതിലായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചെയർ. അവിടെ അച്ഛൻ്റെ കമ്പനിയിലത്തെ ഓരോ പേപ്പറുകളൊക്കെയാണ്. ഗൈസ് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ബാക്ക് ക്യാമറ വിഷ്വൽസ് കാണൂ ഗൈസ്. ഓക്കെ, ബൈ. ഇതാണ് എൻ്റെ കമ്പ്യൂട്ടർ. ഇതിലിപ്പോൾ GTA 5 ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ഡാവിഞ്ചി റിസോൾവ്. ഗൈസ് നോ ഡാവിഞ്ചി റിസോൾവ് ഞാൻ എൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇതാണ് ഒരു ചെറുക്കൻ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടിക്കുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മൾ CPU കാണിച്ചു തരാം. CPU അങ്ങനെ വലിയ കളർഫുള്ളും ഇതൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം ഏതാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടാൻ ചാൻസ് ഒന്നുമില്ല. ഇതാണ് CPU. ആകെ ഈ രണ്ട് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ലൈറ്റ് എന്ന് പറയാം ക്യാമറ കാർഡാവും. ലൈസർ വൺ പോലത്തെ ലൈറ്റ്. ഇതിൽ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ കാര്യമുള്ളതൊന്നുമല്ല. വലിയ RTXും GTXും അതൊന്നുമല്ല. ചെറിയ ഏതാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. സാധനം പിന്നെ അയ്യോ സോറി, ഡിസ്പ്ലേസിലോട്ട് പോകണ ആവശ്യമില്ല. നമ്മൾ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അതെ, ഗ്രാഫിക്സ് കാർഡ് ഇൻ്റൽ HD ഗ്രാഫിക്സ് 530 128 MB. അത് ഭയങ്കര 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 കാര്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. റാം 16 GB. പിന്നെ ഇതിലുള്ള RAM, അതായത് വീഡിയോ മെമ്മറി റാം സാധാരണ നിങ്ങൾ 6 GB കേട്ടിട്ടുണ്ടാവും, 4 GB കേട്ടിട്ടുണ്ടാവും. ഇതിലെന്നാൽ 8 GB ഉണ്ട് റാം. അതും പോട്ടെ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ ഏതാന്ന് വെച്ചാൽ ഇൻ്റൽ കോർ i5 അല്ല, i3 അല്ല, i7 6th Gen ആണ്. 6th Gen ഇത്തിരി ഒരു കൂട്ടാണെങ്കിലും അടിപൊളി സാധനമാണ്. സാധനം ഞാൻ കാണിച്ചിട്ട് ഇത് ചോളയിലുണ്ട്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇത് കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് പുതിയൊരു GTX വാങ്ങിച്ചു വയ്ക്കാം. നമുക്ക് GTX പുതിയതൊന്നല്ല, സെക്കൻഡ് ഹാൻഡ്. കാരണം പുതിയതൊക്കെ വാങ്ങിക്കാൻ എന്തായാലും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ പൈസ പറ്റും. ഒന്നും ഇമ്പോസിബിൾ അല്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, നമ്മളെല്ലാം വാങ്ങിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഫ്ലൈറ്റ് പോട്ടെ, വന്നിട്ട് പറയാം. ഒന്നും കേൾക്കത്തില്ല. പിന്നെ ഇന്നും നാളെയായിട്ടൊന്നും വീഡിയോ വരത്തില്ല. കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക, CPU സ്പീക്കർ നമ്മൾ വെക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഇപ്പോൾ മൈക്ക് ഉണ്ടാവില്ല, ശബ്ദം വരില്ല, എനിക്കും ശബ്ദം കേൾക്കില്ല. അപ്പോൾ
ഞാൻ ഒരു പുതിയ ഹെഡ്സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഓർഡർ ചെയ്തു, നാളെ വരും. അത് സേബ് ജെറ്റാണ്. നിങ്ങൾക്കറിയാം, അത് 949 രൂപയുടെ സാധനമാണ്. എനിക്കിപ്പോൾ 800 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ എന്തായാലും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ മറ്റന്നാളെ പിറ്റേന്ന് കേട്ട് വീഡിയോ വരും. ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ ക്ലാസ് ഉള്ളതുകൊണ്ട് സാധനം എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗെയിം കളിക്കാൻ സമയം പോലും കിട്ടുന്നില്ല ഇപ്പോൾ ക്ലാസ് തുടങ്ങിയുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതും ചെയ്യും. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിൽ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ വെച്ച് കാണുന്നവരെ ബൈ. നമ്മളെ GTA 5 വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. GTA 5 തുടങ്ങിയിട്ട് പോലും ഇല്ല. ഞാൻ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. കളിക്കണം ഇങ്ങനെ ഒരു ഇതുണ്ട്. കാരണം വീഡിയോ എടുക്കണം, ഹെഡ്സെറ്റും ഇല്ല. ഞാൻ ഇങ്ങനെ എടുക്കാനാണ്. പിന്നെ അത് നിങ്ങൾ ചെയ്തൊരു പ്രശ്നം, പിന്നെ അങ്ങനെ ആക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇന്നലെ വെച്ചത്, ഇതുവരെ കളിച്ചില്ല. ഇനി നാളെ ഹെഡ്സെറ്റ് വന്നിട്ട് സ്കൂളിൽ വിട്ട് വന്നിട്ട് ഹോംവർക്കൊന്നും അതും ഇല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കളിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും ലേറ്റ് ആവും. വീഡിയോയും വരാൻ എനിക്ക് കളിക്കാനും പറ്റുന്നില്ല. അതൊക്കെ ഉണ്ടെങ്കിലാവട്ടെ, അതൊക്കെ നമുക്ക് ആലോചിക്കും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത് കാണുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം, എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. മറ്റേ ഹെഡ്സെറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ വേണമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ അൺബോക്സിങ് വീഡിയോ ഇട്ടാം. അത് ശരി ഗൈസ്, അടുത്ത വീഡിയോ നമ്മുടെ ഹെഡ്ഫോൺ അൺബോക്സിങ് വീഡിയോ ആണ്. ബൈ.